ഓക്കെ, എന്താണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പൊ ഇനി അബ്സോർപ്ഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് വ്യത്യസ്ത ബേസിന്റെ മേലിൽ ചാർജ് ചെയ്യുന്നതിനാണ് പറയുന്നത്. അത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ മേലാണ്. അല്ലാതെയും നമ്മൾ അബ്സോർപ്ഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള അബ്സോർപ്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ചാർജിങ് ഓവർഹെഡ് ഓഫ് എ കോസ്റ്റ് സെന്റർ ടു ഡിഫറെന്റ് കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ജോബ് അങ്ങനത്തെ ഇതിലേക്കൊക്കെ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ നോക്കാം. ഒന്നാമത് ടൈപ്സ് ഓഫ് ഓവർഹെഡ് ഒക്കെ പറഞ്ഞതാണ് ഇന്നലെ. ഓവർഹെഡ് ആക്ച്വല്, പിന്നെ പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റഡ് എന്നുള്ള രീതിയിൽ. സിംഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടറിക്ക് ആസേകൾ ഒന്ന് കൊടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം, ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് മൂന്ന് ടൈപ്പ് ഓവർഹെഡുകളാണുള്ളത്. ഫാക്ടറി ഓവർഹെഡ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ ഓവർഹെഡുകൾ എങ്ങനെയാണ് അബ്സോർപ്ഷൻ ചെയ്യുന്നത്? സാധാരണ നടക്കുന്ന പ്രാക്ടീസസ് അനുസരിച്ച് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം കണ്ടിട്ട് പോവാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 16,000 ആണ്. ഫാക്ടറി ഓവർഹെഡ് എത്ര? ക്വസ്റ്റ്യനിൽ തന്നെ 16,000 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 80,000. ഓക്കെ, 80,000 ആണ്. അപ്പൊ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.20 ആണ്. അതെങ്ങനെ കിട്ടിയത്? 16,000 ഡിവൈഡ് ബൈ 80,000 അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ഒരു 10,000 യൂണിറ്റ്, ഒരു 1000 യൂണിറ്റിന്റെ ഒരു ജോബ് ഉണ്ട് എന്ന് കരുതുക. ജോബ് ഉണ്ടെങ്കിൽ ആ 1000 യൂണിറ്റിന് എത്രയാണ് ഫാക്ടറി ഓവർഹെഡ് ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 യൂണിറ്റ് ഇൻറ്റു 20. ഈ അബ്സോർപ്ഷൻ റേറ്റ് എടുക്കുന്നത് ഇനി ഓരോന്നിലേക്കും അബ്സോർബ് ചെയ്ത് കൊടുക്കാനാണ്. 200 രൂപയായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യുക. 1000 പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1000 പ്രൊഡക്റ്റിന്റെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചാർജ് ചെയ്യുക. ഇതായിരിക്കും. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് overheads are absorbed on the basis of number of unit produce ചെയ്തതിന്റെ ബേസിൽ. അബ്സോർപ്ഷൻ overhead absorption rate ഈസ് കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതിനെ? ടോട്ടൽ ഫാക്ടറി കോസ്റ്റിനെ. അങ്ങനെയാണ്. ഈ റേറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കും, ആക്ച്വലി നമ്മൾ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റ് ചെയ്തത്. ബജറ്റും ആക്ച്വലും തമ്മിൽ കമ്പാരിസൺ ഒക്കെ ചെയ്യും. അങ്ങനെ ബജറ്റ് ചെയ്തതും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമുക്ക് ഓവർ അബ്സോർപ്ഷൻ, അണ്ടർ അബ്സോർപ്ഷൻ ഒക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് ഫാക്ടറി ഓവർഹെഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? യൂണിറ്റ് ഔട്ട്പുട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി മറ്റൊരു മെത്തേഡാണ്, രണ്ടാമത്തെ മെത്തേഡാണ് പെർസെന്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് പെർസെന്റേജ് കാണാനല്ലേ? അപ്പൊ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർഹെഡ് വരിക? അപ്പൊ ഓവർഹെഡ് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഡയറക്റ്റ് മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റിൽ എത്ര വന്നിട്ടുള്ളത്? ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 25%. അതെങ്ങനെ കിട്ടിയത്? 20 ഡയറക്റ്റ് വേജസ് എത്രയുള്ളത്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടക്ക് പോകുന്നുണ്ട്.
ഇനി ഒന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പൊ വോയിസ് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഓവർഹെഡ്. ഓക്കെ. ഓവർഹെഡ് റേറ്റ് ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്ന റേറ്റ് കണ്ടെത്താൻ മറ്റൊരു മെത്തേഡാണ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. ഫാക്ടറി ഓവർഹെഡിന് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടെത്തുക. അതാണ് പെർസെന്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫാക്ടറി ഓവർഹെഡിന് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ എത്ര പെർസെന്റേജ് ആണ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്രയാണ് ഡയറക്റ്റ് ഫാക്ടറി ഓവർഹെഡ് 20,000 രൂപയാണ്. 20,000 രൂപയാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 80,000 ആണ്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫിഗറുകൾ കിട്ടും. ഓക്കെ, ഇത് രണ്ടും വെട്ടിപ്പോയി. ഇവിടെയുള്ള ഈ രണ്ടും എന്ത് ചെയ്ത് വെട്ടിപ്പോയി. 200 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണോ ആൻസർ ആ ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. 200 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. 80, 160, 25. ഓക്കെ, 80, 10, അടുത്ത 160, പിന്നെ എന്തുണ്ട് 80ന്റെ പകുതിയായിട്ടുള്ള 40 വരുന്നുണ്ട്, അങ്ങനെ 25. ഓക്കെ, അപ്പൊ 25%. ഇനി നമുക്ക് നോക്കാം, വേറെ ഒരു ജോബ് ചെയ്തു. ആ ഒരു ജോബിന് ഡയറക്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചത് 50,000 ആണ് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർപ്ഷൻ റേറ്റ് എടുത്ത് 50,000ന്റെ 25% കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 50,000ന്റെ 25% എത്ര വരും, 12,500 വരും. ഓക്കെ, 12,500 വരും. ഇതായിരിക്കും ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ജോബിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ജോബ് പോസ്റ്റിംഗിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ജോബ് പോസ്റ്റ് ചെയ്യുന്നിടത്ത്. ടെൻഡറൊക്കെ, ജോബല്ല ടെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നമ്മൾ ആദ്യം ഒരു കോസ്റ്റ് ഇവാലുവേഷൻ നടത്തും, എന്നിട്ട് അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പെർസെന്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, അതായത് വേജസിന്റെ മേലെ. ഇവിടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ലേബർ നോക്കും. ഇനി ഇത് പറയുന്ന ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ആസ് ബേസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ബേസ് എന്താണ്, അതാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മാറുന്ന ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് എന്നാവും. അത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓവർഹെഡ് എത്രയാണ്, 10,000 ആണ്. ഓവർഹെഡ് 10,000 ആണ്. വേജസ് എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, 50,000 ആണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് കണ്ടെത്താൻ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്താണ് 20% ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി ഒരു ജോബ് എടുക്കുകയാണ്. ആ ജോബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1000 രൂപയാണ് ഡയറക്റ്റ് വേജസ് ചെലവാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് അപ്പൊ എത്ര ശതമാനമാണ്, 20% ആയിട്ടുള്ള 200 രൂപയാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അബ്സോർപ്ഷൻ റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രൈം കോസ്റ്റ്, ഇതേ സാധനം തന്നെ പ്രൈം കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് 12,000 ആണ്. ഡിപ്പാർട്ട്മെന്റ് വേജസ്, ഡയറക്റ്റ് വേജസ് 60,000, ലേബറും വേജസും കൂടെ 60, 40, 1 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈം കോസ്റ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബറും വേജസും ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 12,000 ഡിവൈഡഡ് ബൈ ഇവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ, 1 ലക്ഷം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12% ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെയൊക്കെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാൻ വരിക. 12% കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു ഇതിലെ പ്രൈം കോസ്റ്റ് എന്താണ്, 20,000 രൂപയാണ്. 20,000 രൂപയാണെങ്കിൽ അതിന്റെ 12% ആയിട്ടുള്ള എമൗണ്ട് എന്താണോ ആ എമൗണ്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, 2,400 ആണെങ്കിൽ 2,400 എന്ത് ചെയ്യണം, അതിലേക്ക് അബ്സോർപ്ഷൻ ചെയ്ത റേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി ഡയറക്റ്റ് ലേബർ ഹവർ മെത്തേഡ് ആണെങ്കിൽ ഫാക്ടറി ഓവർഹെഡിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ലേബർ ഹവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ള 80,000 രൂപയാണ്. ലേബർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അപ്പൊ ഒരു ലേബർ അവർ എന്ന് പറയുന്നത് 40 പൈസയാണ്. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജോബ് ഉണ്ട്, ആ ജോബിന് 1,500 ആണ്. 1,500 ലേബർ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് എന്ത് ചെയ്യുക, 0.40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 600 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പല മെത്തേഡ് ഉണ്ട്. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡിനെ മെഷീൻ അവർ കൊണ്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഡുവൽ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡുവൽ
അവർ റേറ്റ് മെത്തേഡ് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം. ഒന്ന് മാനുവൽ ലേബർ അവർ, അങ്ങനെ വ്യത്യസ്ത, ഒന്ന് മെഷീൻ്റെതും മറ്റൊന്ന് മാനുവലും എടുക്കാം. ഡുവൽ അവർ എന്ന് പറയുന്നത് മെഷീൻ അവറും മാനുവൽ അവറും കൂടെ എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ലേബറും മെഷീൻ അവറും കൂടെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഡുവൽ ലേബർ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ ആൻഡ് മെഷീൻ അവർ. രണ്ടിന്റെ മെഷീന്റെ അവറും വരണം, ലേബറിന്റെ അവറും കൂടെ കോമ്പിനേഷൻ എടുത്തിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ എക്സാമിന് ഒരു തവണ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അബ്സോർപ്ഷൻ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണോ, നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് ഫാക്ടറി ഓവർഹെഡിലാണെങ്കിൽ, അതുപോലെ തന്നെ മെറ്റീരിയല്, പിന്നെ ലേബറിന്റെ ബേസ് ചെയ്തിട്ട്, പിന്നെ മെറ്റീരിയലും ലേബറും കൂട്ടിയിട്ടുള്ള ഫ്രെയിം കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ പെർസെന്റേജ് ആണ്. പിന്നെന്താണ് ഹവർ റൈറ്റ് വെച്ചിട്ട്, പിന്നെ മെഷീൻ അവർ വെച്ചിട്ട്, പിന്നെ ഇതാണ് ഡുവൽ അവർ എന്ന് പറഞ്ഞാൽ മെഷീൻ അവറും മാൻ അവറും കൂടി കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. വോയിസ് ഒക്കെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പറയാട്ടോ. ദ പ്രൊഡക്ഷൻ ഇന്ന് നമ്മൾ ഇത് തീർക്കും എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതോടുകൂടെ കഴിയും. ഓക്കെ, വലിയ ഏരിയകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു 5 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം, 5-6 മാർക്ക്. ഓക്കെ, ചിലപ്പം എസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മാക്സിമം പോയാൽ 10 മാർക്ക്, 10-12 മാർക്ക് പ്രതീക്ഷിക്കാം മാക്സിമം പോയാൽ. 2 മാർക്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട്. ഏതെങ്കിലും 5 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെയാണ് നോർമലി കാണുക. അങ്ങനെ വരുമ്പോൾ ഒരു 9 മാർക്ക് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും 10 മാർക്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് ഒരു 12 മാർക്ക്, ഈ റേഞ്ചിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. നമുക്ക് എന്തായാലും ഒരു 5 മാർക്കും ഒരു 2 മാർക്കും എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. 7 മാർക്ക് ഏത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തെ ചാപ്റ്റർ. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഫാക്ടറി ഫർണിഷ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. മെറ്റീരിയൽ എത്ര, 54,000 ഉണ്ട്. ഡയറക്റ്റ് വേജസ് 15,000, ഡയറക്റ്റ് വേജസ് 45,000 ഉണ്ട്. ലേബർ അവർ 36,000 ഉണ്ട്. ഓവർ ഹെഡ് എത്രയാണ്, 36,000 ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ബേസ് വെച്ചിട്ട് ചെയ്യാം. സൗണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഫോർ ആൻ ഓർഡർ എക്സിക്യൂട്ടഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഡ്യൂറിംഗ് ദ പീരിയഡ് റെലവെന്റ് ഇൻഫർമേഷൻ വാസ് ആസ് അണ്ടർ. മെറ്റീരിയൽ 6,000 ഉണ്ട്. ഡയറക്റ്റ് വേജസ് 3,200 ഉണ്ട്. ലേബർ അവർ ഇവിടെ 3,200 വന്നിട്ടുണ്ട്. അപ്പം ഓവർ ഹെഡ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചാർജബിൾ ടു ദ ജോബ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്. ഒന്ന് ലേബർ അവർ മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യം അബ്സോർപ്ഷൻ റേറ്റ് കണ്ടെത്താം, എന്നിട്ട് ഇതിനെ വെച്ച് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ലേബർ അവർ മെത്തേഡ് അനുസരിച്ച് എത്രയാണ്, ഓവർ ഹെഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് എത്രയാണ്, 36,000 ഡിവൈഡ് ബൈ ഹവർ എത്രയാണ്, 36,000. അപ്പൊ എന്താണ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എത്ര, 1 രൂപയാണ്. അപ്പൊ 1 രൂപ വെച്ചിട്ട് നമുക്ക് ഇവിടെ ലേബർ അവർ മെത്തേഡ് അനുസരിച്ച് ഈ ഒരു ജോബിന്റെ കോസ്റ്റ് എത്രയാണ്, ഈ ഒരു ജോബിന് വരുന്ന കോസ്റ്റ് ഒരു 3,200 അല്ലേ. അപ്പൊ നോക്കുക, 36,000 ഡിവൈഡ് ബൈ ഓവർ ഹെഡ് റീകവറി റേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ജോബിന്റെ കോസ്റ്റ് നമ്മൾ ലേബർ അവർ റേറ്റ് മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ 3,200, കാരണം 3,200 അവറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേ സാധനം ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അവിടെ എങ്ങനെ ചെയ്യുക, ആദ്യം ഇവിടെ എടുക്കുക, മെറ്റീരിയൽ 54,000 അല്ലേ, ഓവർ ഹെഡ് 36,000. അപ്പൊ 36,000 ഡിവൈഡഡ് ബൈ 54,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ എത്രയാണോ കിട്ടുന്നത് ആ പെർസെന്റേജ് ഈ മെറ്റീരിയലിന്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. നോക്കാം, ഇതാ ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ മെറ്റീരിയൽ 36,000 ഡിവൈഡ് ബൈ 54 എന്ന് പറയുന്നത് 66.67 ആണ്. അപ്പൊ നോക്കുക, മെറ്റീരിയൽ എത്ര ഈ ജോബിന് വേണ്ടി ഉപയോഗിച്ച് 6,000 ആണ്. 6,000ന്റെ 66.67 എന്ന് പറയുമ്പോൾ 4,000 ആണ്. നമ്മൾ മെറ്റീരിയലിന്റെ പെർസെന്റേജ് വെച്ചെടുക്കുമ്പോൾ 4,000 വരും. ലേബറിനാണ് നമ്മൾ ബേസ് ചെയ്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3,200 വരും. ഇതൊക്കെയാണ് കാൽക്കുലേഷൻ രീതി. ഇനി ഡയറക്റ്റ് വേജസ് വെച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഡയറക്റ്റ് വേജസ് എത്ര, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. നോക്കുക, അത് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഡയറക്റ്റ് വേജസും തന്നിട്ടുണ്ട്, അതെങ്ങനെ ചെയ്യാൻ നോക്കുക. എത്ര, ഡയറക്റ്റ് വേജസ് 45,000 അല്ലേ. അപ്പൊ 36,000 ഡിവൈഡഡ് ബൈ 45,000 ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ ഒരു സംഖ്യ കിട്ടും, ഒരു പെർസെന്റേജ് കിട്ടും. അപ്പൊ ഡയറക്റ്റ് വേജസ് 3,200 അല്ലേ, 3,200 ഇൻറ്റു എത്രയാണോ സംഖ്യ ആ പെർസെന്റേജ്. ഉദാഹരണം ഒരു എന്താണ്, ഒരു 70% ആണെങ്കിൽ ഈ 70% എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഈ അബ്സോർപ്ഷൻ മെത്തേഡ് അനുസരിച്ചുള്ള ഫാക്ടറി ഓവർ ഹെഡ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം.
ഓക്കെ. ഇനി ഞാൻ മെഷീൻ അവർ റേറ്റ് നമ്മൾ പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ അവർ ആണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെ? അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ മെഷീൻ അവർ റേറ്റിന്റെ അഡ്വാൻറ്റേജ് ഒന്നാമതായിട്ടുള്ളത് ഇറ്റ് ഇസ് സയന്റിഫിക് ആണ്, അക്യുറേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെഷീന് റൺ ചെയ്യാനുള്ള ഒരു ഹവറിന്റെ റേറ്റ് എത്ര എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാൽക്കുലേഷൻ സയന്റിഫിക് ആണ്, അക്യുറേറ്റ് ആണ്, ലോജിക്കൽ മെത്തേഡ് ആണ്. ഓഫ് ഓവർ മെഷീൻ അവർ റേറ്റും ഓവർ ഹെഡ് അബ്സോർപ്ഷന്റെ ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ അതിലുള്ള 7ാമത്തെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം സയന്റിഫിക് ആണ്, അക്യുറേറ്റ് ആണ്, ലോജിക്കൽ ആണ്, ഓഫ് ഓവർഹെഡ് അബ്സോർപ്ഷൻ. ഓവർഹെഡ് അബ്സോർപ്ഷന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ലോജിക്കലും അക്യുറേറ്റും സയന്റിഫിക്കറ്റും ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, സയന്റിഫിക്കും ആയിട്ടുള്ള. പിന്നെ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് വേരിയസ് മെഷീൻ ക്യാൻ ബി ഫൗണ്ട്. ഓരോന്നിന്റെയും മെഷീന്റെ റിലേറ്റീവ് ആപേക്ഷികമായിട്ടുള്ള എഫിഷ്യൻസി, ഓരോന്നിന്റെയും എഫിഷ്യൻസി എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഓരോ മെഷീന്റെയും ഹവർ റേറ്റ് അല്ലേ നോക്കുന്നത്. ഒന്നാമത്തെ മെഷീന് നമുക്ക് 7 രൂപയാണ് മെഷീൻ ഹവർ റേറ്റ് വരുന്നത്. രണ്ടാമത്തെ മെഷീൻ സെയിം മെഷീനാണ്, മറ്റൊരു മെഷീൻ ഉണ്ട്, അതിന് 8 രൂപ വരുന്നുണ്ട്. മൂന്നാമത്തെ നമുക്ക് എന്ത് വരുന്നുണ്ട്? 7.50 വരുന്നുണ്ട്. ഏറ്റവും എഫിഷ്യന്റ് ഏതാ? ഏറ്റവും കുറഞ്ഞ വിലക്ക് സാധനം ചെയ്യുന്നത് 7 രൂപയുടെ. അപ്പൊ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇത് ഹെൽപ്സ് ഇൻ നോയിങ് ഐഡിൽ ടൈം ഓഫ് മെഷീൻസ്. മെഷീൻസിന്റെ വെറുതെ നിൽക്കുന്ന ടൈം നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ജോബിനുള്ള കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ ഓരോന്നും ചെയ്തത് അങ്ങനെയല്ലേ? മെഷീൻ അവറും അങ്ങനെ എന്ത് ചെയ്യാം? മെഷീൻ അവർ റേറ്റ് ഉദാഹരണത്തിന് 10 രൂപയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ജോബിന് 2000 ഹവർ എന്ത് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 2000 × 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഷീൻ അവർ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ. ഓരോ മെഷീന്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമുക്ക് മെഷീൻ ABC ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും ഓപ്പറേറ്റിംഗ് എത്ര റേറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ടൈം ഫാക്ടറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കോട്ട് മോർ അക്യുറേറ്റ് സെല്ലിംഗ് പ്രൈസ് ഫോർ ജോബ്. അക്യുറേറ്റ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അഡ്വാൻറ്റേജസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകുക, അത്രേ ഉള്ളൂ. സാധാരണ അഡ്വാൻറ്റേജസ് കണ്ടിട്ടില്ല, ചോദിച്ചു കണ്ടിട്ടില്ല. എന്തായാലും ഒന്ന് നോക്കി വായിച്ചിട്ട് മനസ്സിലാക്കി പോവാം. ഇനി കാൽക്കുലേഷൻ എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാ. കാൽക്കുലേറ്റ് നമ്മൾ ചെയ്ത് പഠിച്ചില്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ഇനി വേറെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല. ഓക്കെ. ഇപ്പോ ഫാക്ടറി ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ എങ്ങനെ ചെയ്യാന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെ ആയിരുന്നു? ഒന്ന് നമ്പർ ഓഫ് യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ, നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് 1. രണ്ടാമത്തത് പെർസെൻറ്റേജ് ഓഫ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ. അടുത്തത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ. അടുത്തത് പെർസെൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ്. അടുത്തത് എന്തായിരുന്നു? ലേബർ ഹവർ, പെർസെൻറ്റേജ് ഓൺ ലേബർ ഹവർ. പിന്നെ മെഷീൻ ഹവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ ഡുവൽ മെഷീന്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫാക്ടറി ഓവർഹെഡിന്. ഇതേപോലെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എങ്ങനെയാണ് അബ്സോർപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ജനറൽ നേച്ചർ ആണ്. ഫാക്ടറി ആണെങ്കിൽ ഇതൊരു ജനറൽ നേച്ചർ ആണ്. ദീസ് ഓവർഹെഡ് ഇൻക്ലൂഡ് ഓഫീസ് റെന്റ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റേറ്റ്സ്, ഇൻഷുറൻസ്, ഓഫീസ് ലൈറ്റിംഗ്, ഹീറ്റിംഗ്, ക്ലീനിങ്, ഡിപ്രീസിയേഷൻ, റിപ്പയർ ഓഫ് ഓഫീസ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഫിറ്റിംഗ്, ലീഗൽ ചാർജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്? ഒന്ന് ഫാക്ടറി കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ് കാണാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർഹെഡ് × 100. ഓക്കെ. ഫാക്ടറി ഓവർഹെഡ് ഉദാഹരണത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 10,000 ആണ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 30,000 ആണ്. അങ്ങനെ × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 33.33% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇനി ഒരു ജോബിന് ഫാക്ടറി ഓവർഹെഡ് എത്ര? 1000 വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 33% ആയിട്ടുള്ള 333 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റിക്കവറി റേറ്റിൽ എടുത്തിട്ട് കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓൺ ഫാക്ടറി കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും ഒക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓവർഹെഡ് തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. സെയിം ഇക്വേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ. പെർസെൻറ്റേജ് ഓൺ സെയിൽസ് മെത്തേഡ്, അവിടെ എന്താ ചെയ്യുക? സെയിൽസിന്റെ മേലിൽ എടുക്കും.
സെയിൽസിന്റെ മേലെ എത്ര, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇവിടെ കൺവേർഷൻ കോസ്റ്റ്, മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യാനുള്ള കോസ്റ്റ്, മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺവേർഷൻ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മറ്റൊരു മെത്തേഡ്. അടുത്തതാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്നും ഒരുപാട് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഏതൊക്കെയാണ് ഫാക്ടറി കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമിന് പിന്നെ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ചെയ്യാന്ന് പറഞ്ഞാൽ തിയറി ചോദിക്കുകയാണെങ്കിലും ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഫാക്ടറിന്റെ എഴുതിയാൽ മതി. അതാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അതിന് മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താ, റേറ്റ് പെർ ആർട്ടിക്കിൾ, ഓരോന്നിനും എത്ര ആർട്ടിക്കിൾ വരുന്നത്, ഒരു ആർട്ടിക്കിളിന് എത്ര, ഒരു പ്രൊഡക്റ്റിന് എത്ര വരുന്നില്ല. അണ്ടർ ദിസ് മെത്തേഡ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ഈസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് എസ്റ്റിമേറ്റഡ് യൂണിറ്റ് ടു ബി സോൾഡ്. എത്രണ്ണം സെയിൽ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതെങ്ങനെ വരിക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ യൂണിറ്റ് സോൾഡ്, എസ്റ്റിമേറ്റഡ് യൂണിറ്റ് സോൾഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇനി പെർസെന്റേജ് ഓഫ് സെയിൽസ്, അപ്പൊ എങ്ങനെ വരിക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ്. ഈ ഫാക്ടറി കോസ്റ്റിന്റെ മേലിൽ എന്ന് പറയുമ്പോൾ അവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 അങ്ങനെ വരും. ഓക്കെ, പെർസെന്റേജ് ഓഫ് ക്യാഷ് കളക്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാഷ് എങ്ങനെയാണോ കളക്ട് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ക്യാഷ് കളക്ടഡ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിന്റെ അടുത്തുനിന്നേ സെയിൽസിലൂടെ ബാഡ് ഡെറ്റ് കുറച്ചിട്ട് മറ്റുള്ള ചെലവൊക്കെ കുറച്ചിട്ടുള്ളത് എടുത്തിട്ടതാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് ക്യാഷ് കളക്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് ആദ്യ ഭാഗം ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്താണെന്നും അതിന്റെ സ്റ്റെപ്സും, അത് എക്സാമിന് 5 മാർക്കിന് ചോദിച്ചൊരു ഏരിയയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്ത് കഴിയുന്നതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഓക്കെ ആണ്. പിന്നെ ഇതില് ഏതൊക്കെയാ പ്രോബ്ലം വരും എക്സാമിന് ഈ ചാപ്റ്ററിന്? ഒറ്റ ഞാന് PYQ ഒന്ന് കാണിച്ചു തരാം. കേൾക്കുന്നില്ലാന്നോ? ഞാൻ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. കേൾക്കുന്നില്ലേ? കേക്കുണ്ടല്ലോ. അല്ല, ഇപ്പൊ 19:25 വന്നോണ്ട് 7:25 വന്നോണ്ട് ഞാനിപ്പോ മിണ്ടാതിരിക്കായിരുന്നു. അതുകൊണ്ടാ ചോദിച്ചു. കേൾക്കുന്നില്ല എന്ന് മെസ്സേജ് കണ്ടപ്പം ഇപ്പെട്ടതാന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ അതാ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അലോക്കേഷൻ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെയൊക്കെ ആൻസർ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അലോക്കേഷനും അബ്സോർപ്ഷനും കൂടെ ചെയ്യുന്നതല്ലേ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. മെഷീൻ അവർ റേറ്റ് എന്താണ്, മെഷീൻ കോസ്റ്റ് എന്താണ്, അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതൊന്നും എന്താണ്, പിന്നെ അബ്സോർപ്ഷൻ പ്രീ ഡിറ്റർമിൻഡും ആക്ച്വലും ആയിട്ടുള്ള ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റഡ് ആണ്, ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലും ആണ്. അപ്പം ഈ ഡിപ്പാർട്ട്മെന്റ് എക്ക് 50,000 എന്തുണ്ട്, ഓവർഹെഡ് ഉണ്ട്, ബിക്ക് 25,000 ഉണ്ട്. അപ്പൊ ബജറ്റഡ് എങ്ങനെ, ബജറ്റഡ് ഹവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ബജറ്റഡ് ഓവർഹെഡിനെ ബജറ്റഡ് ലേബർ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആക്ച്വൽ ആണെങ്കിലോ ആക്ച്വൽ ഓവർഹെഡിനെ ആക്ച്വൽ ലേബർ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ബജറ്റ് ചെയ്തിട്ടുള്ളത് 10 ആണ്, ആക്ച്വൽ എത്രയാണ്, 8 ആണ്. ഇവിടെ ബജറ്റ് ചെയ്തിട്ടുള്ളത് 2.5 ആണ്, ഇവിടെ ബജറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിപ്പം പ്രീ ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, 50,000 ഡിവൈഡ് ബൈ 5,000 നമുക്ക് ചെയ്യാൻ പറ്റും. ലോജിക്കാണ്. ഓക്കെ,
ഇനി അബ്സോർപ്ഷൻ ഓവർഹെഡിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഇത് ഞാൻ കുറച്ചുകൂടെ എടുത്തിട്ട് കണ്ടോ നിങ്ങള്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. അതുപോലെ തന്നെ പ്രൈം കോസ്റ്റ് മെത്തേഡ്, ലേബർ അവർ റേറ്റ് മെത്തേഡ്, മെഷീൻ അവർ റേറ്റ് മെത്തേഡ്. ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ലേ? ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡ് ബൈ ലേബർ അവേഴ്സ് നമ്മൾ ചെയ്തതല്ലേ? ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതിനെ പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ കോളം കൊടുത്താൽ ഇവിടെ യൂണിഫോം പ്രൊഡക്റ്റ് ഉള്ളിടത്താണ് ഇത് സ്യൂട്ടബിൾ ആവുക. ഇത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ഈ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടെ ഇത് മെറ്റീരിയൽ ഡോമിനന്റ് ചെയ്യുന്നിടത്ത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് നല്ലത്. അത് ലേബർ അവറിനേക്കാളൊക്കെ മെറ്റീരിയലിനാണ് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈം കോസ്റ്റ് വരാൻ കാരണം ബാലൻസ്ഡ് മെറ്റീരിയൽ ആൻഡ് ലേബർ ആണെങ്കിൽ അവിടെ അത് ഉപയോഗിക്കും. പിന്നെ ലേബർ അവർ ആണെങ്കിലും ലേബർ ബേസ്ഡ് കൊടുത്തുള്ളിടത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മെക്കനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മെഷീൻ അവർ വെച്ചിട്ടാണ് നന്നാവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം, ഇവിടെ എന്താണ് ഇതൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇപ്പൊ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണിച്ചെന്നില്ലായിരുന്നോ? അതേ സാധനം, മെറ്റീരിയൽ കൺസ്യൂംഡ് 75,000 ഉണ്ട്, ഡയറക്റ്റ് വേജസ് 50,000 ഉണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് 1,50,000 ഉണ്ട്, ലേബർ അവേഴ്സ് 30,000 ഉണ്ട്, മെഷീൻ അവർ 2,500 ഉണ്ട്. അപ്പൊ ഓരോ മെത്തേഡ് അനുസരിച്ചും ചെയ്യാനാണ്. ഒന്നാമത് ഇതെത്ര? 1,50,000 അല്ലേ? 1,50,000 ആണ്. അതിനെ വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? മെറ്റീരിയലിന്റെ 200%. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, ഞാൻ റിവിഷൻ ക്ലാസ്സിൽ ഏതായാലും പറയുമല്ലോ. അപ്പൊ അത് ഇതേപോലെ ചെയ്ത സാധനങ്ങളാണ്. ഇപ്പൊ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുമ്പോൾ 1,50,000 മെഷീൻ അവർ എത്ര? 2,50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ല 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടിയതാണ്. ഇനി ലേബറിൻ്റെത് 1,50,000 ലേബർ അവർ എത്ര? 30,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 5 എന്ന് പറഞ്ഞു. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതാ നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. പിന്നെ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷൻ എന്താന്ന് ആദ്യം പറയാ. ഇൻഡയറക്റ്റ് കോസ്റ്റിന് ഇങ്ങനെ ഏതെങ്കിലും പ്രൊഡക്റ്റോ ജോബിന്റെ കയ്യിലൊക്കെ കൊടുക്കുന്നതിന്. എന്നിട്ട് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ അബ്സോർപ്ഷൻ എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓവർഹെഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ആക്ച്വൽ ഓവർഹെഡ്. നമ്മൾ ബജറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വരുന്ന സാഹചര്യമാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അണ്ടർ അബ്സോർപ്ഷനും ഓവർ അബ്സോർപ്ഷനും സിലബസിലൊന്നും കണ്ടില്ല, പക്ഷെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ. ഇനി ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഏകദേശം ഒക്കെ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ഇതുണ്ട്, ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടോ? ഇത് എത്ര മാർക്കിന് ചോദിച്ചാ? 10 മാർക്കിന് ചോദിച്ചാ സെക്ഷൻ സിയിൽ. ഏതാ ക്വസ്റ്റ്യൻ? റിപ്പയർ റെന്റ് ഒക്കെ തന്നിട്ട് അപ്പോർഷൻ ചെയ്യാന് ഇങ്ങനെ പെർസെന്റേജ് എടുത്ത് നമ്മൾ അപ്പോർഷൻ ചെയ്തില്ലായിരുന്നടാ ഏതെങ്കിലുമൊക്കെ ബേസ് വെച്ചിട്ട്? ഓർക്കുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഇതായിരുന്നു 10 മാർക്കിന്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണത്. അപ്പോർഷൻമെന്റ്, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്. ഇതില് അപ്പോർഷൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോർഷൻ കണ്ടില്ലേ? അപ്പോർഷൻ ദ കോസ്റ്റ്. ഇതാണ് ഇത്. ഇതൊക്കെ ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞതാണ്. ഞാൻ ഇത് നിങ്ങളെ ക്ലാസ് ആണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ എഴുതി വെയിറ്റ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ ഫുൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പോവാണ്. നമ്മൾ തീരാറായിട്ടോ. ഇനി ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് ചോദിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യനിലായിരുന്നു. അതിനുള്ള ഡിസ്കഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്, കോഡിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. അതിൽ നോക്കാം, നമ്മൾ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യുക, ഓവർഹെഡിനെ കോഡിഫൈ ചെയ്യുക, കളക്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്, റീ അപ്പോർഷൻമെന്റ്, അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത്. അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഹെഡിനെ വ്യത്യസ്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് വേരിയസ് ഐറ്റം ഓഫ് ഓവർഹെഡ്
into distinct classes or groups according to their common characteristics. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓവർഹെഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ഓവർഹെഡ് അതിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ, എലമെന്റിന്റെ അടിസ്ഥാനത്തിൽ, ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ, കൺട്രോൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ, ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ നമുക്ക് അറിയുന്ന ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഫാക്ടറി റിലേറ്റ് ചെയ്തതാവുമ്പോൾ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഓഫീസ് റെന്റ് പോലത്തെ. ഓക്കെ, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇത് നമുക്ക് അറിയുന്നല്ലേ. പിന്നെ മറ്റൊന്നാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഇപ്പൊ പുതിയ ഫോണൊക്കെ കണ്ടെത്തണമെങ്കിൽ റിസർച്ചുകൾ ചെയ്യണമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്ട് എക്സ്പെൻസിനാണ് ഏതാ. ഇത് ചാപ്റ്റർ 2 ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. നമ്മളവിടെ ഡിസ്കസ് ചെയ്യുക അത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫാക്ടറി ഓവർഹെഡ് ഒക്കെ ഏകദേശം ധാരണ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി നമ്മൾ അവിടെ പോകുമ്പോൾ അതൊക്കെ നല്ല ക്ലാരിറ്റി വരുത്താം കേട്ടോ. സെല്ലിംഗ് എന്താണ് ഒക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ സെർച്ച് ചെയ്ത് 10-20 എണ്ണം ഓരോന്നിനും നമ്മൾ കണ്ടെത്തിയിരുന്നു. ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എലമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. എലമെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എലമെന്റ് എന്താണ്? കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എലമെന്റ് എന്താ? മെറ്റീരിയൽ വേണം, ലേബർ വേണം, അതുപോലെ തന്നെ എക്സ്പെൻസസ് വേണം. ഇത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇതും ഓൾറെഡി ഡിസ്കസ് ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 2 നമ്മൾ പോകും, അവിടെ നമ്മൾ ക്ലാരിറ്റി വരുത്തും. ഇനി ഓൺ ദ ബിഹേവിയർ അല്ലെങ്കിൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ഓവർഹെഡ് ഉണ്ട്. ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ഔട്ട്പുട്ട് എത്രയാണെങ്കിലും അതിന്റെ കോസ്റ്റ് സെയിം ആയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഈ മാസം 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത ഫാക്ടറി റെന്റ് 40,000 രൂപയാണ്. അടുത്ത മാസം ഞാൻ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതി എന്റെ ഫാക്ടറി റെന്റ് ഞാൻ കൂട്ടേണ്ടി വരുമോ? കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് 80,000 കൊടുക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ യൂണിറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും ഒരേ റേഞ്ചിൽ നിൽക്കുന്ന പിന്നെ റിമെയിൻ ഫിക്സഡ് ആയി നിൽക്കുന്ന ഓവർഹെഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നതോ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നോക്കുക, ഫിക്സഡ് ഓവർഹെഡ് ആർ ദോസ് ഓവർഹെഡ് വിച്ച് ഡു നോട്ട് വേരി ഡയറക്ട്ലി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേരി ചെയ്യില്ല, ചേഞ്ച് ആവില്ല. ഇപ്പൊ റെന്റ് കൊടുക്കുന്നത്, ഒരാൾക്ക് ഫാക്ടറി റെന്റ് കൊടുക്കുന്നത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒരേപോലെയാണ്. അത് ഫിക്സഡാ. ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയതുകൊണ്ട് പിന്നെ ഓവർഹെഡ് കൂടുന്നുണ്ടോ, റെന്റ് കൂടുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തതാണ്. അപ്പൊ റിമൈൻ ഫിക്സഡാ. ദീസ് റിമൈൻ ഫിക്സ്ഡ് ഫോർ എ ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ ഫിക്സഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ എന്ന് പറയാൻ കാരണം ഒരു ഫാക്ടറിയിൽ മാക്സിമം അതിന്റെ കപ്പാസിറ്റി ഉപയോഗിച്ചാൽ 10,000 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ 11,000 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പുതിയ ഫാക്ടറി ഉണ്ടാക്കേണ്ടി വരും, പുതിയ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ റെന്റ് കൂടും. അതുകൊണ്ട് ഇത് ഫിക്സഡ് ആവാതിരിക്കുന്നില്ല. അപ്പൊ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ ഈ 10,000 യൂണിറ്റ് വരെ ഞാൻ 1000 യൂണിറ്റ് ഉണ്ടാക്കിയാലും 2000 യൂണിറ്റ് ഉണ്ടാക്കിയാലും 3000 ഉണ്ടാക്കിയാലും എത്ര ഉണ്ടാക്കിയാലും ഒരേത് വരുന്നത്. അതാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. ഓക്കെ, within a given period of time. The main characteristics of fixed overhead is that total fixed overhead remain constant. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നല്ലപോലെ ശ്രദ്ധിക്കാം. നമുക്കിപ്പോ റെന്റ് ഉണ്ട്. റെന്റ് ഞാൻ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഒരു മിനിറ്റ്, റെന്റിന്റെ ഇങ്ങനെ തന്നെ ഇതാ, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ റെന്റ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ റെന്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ 40,000 ഡിവൈഡ് ബൈ എന്ത് വരും? 1000 വരും. അത്ര വരുവാടാ. അപ്പം ഒരു യൂണിറ്റിന് 4 അല്ലേ വരിക? ആണോ 40 ആണോ വരിക? 40 വരും അല്ലെ? 40 ആയിരിക്കും അല്ലെ? 40,000 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ 40 പെർ യൂണിറ്റ്. ഇനി ഞാൻ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. റെന്റ് എത്ര വരിക? 40,000 തന്നെ. ടോട്ടൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ പെർ യൂണിറ്റ് വേരി ചെയ്യും. കാരണം എന്താ? പെർ യൂണിറ്റ് ഇവിടെ എത്ര വരിക? 40 ഉള്ളത് 20 മാറും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇത് 40,000 അല്ലേ, 3000 കൊടുക്കാം അല്ലെ? 3000 അല്ലെങ്കിൽ 6000 കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ സുഖമായിട്ട് ചെയ്യാം.
6000 ആണ്. 6000 ആണ് എന്നുണ്ടെങ്കിൽ നോക്കുക, 6000 യൂണിറ്റ് ആണെങ്കിലും ഞാൻ എന്റെ റെന്റ് എത്ര കൊടുക്കേണ്ടത്? 40,000 ആണ് വരിക. അപ്പൊ എത്ര എന്റെ ഇത് വരിക? 40,000 ഡിവൈഡ് ബൈ 6000 ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ ഫിഗർ എത്ര കിട്ടുക? 12, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഒരു 6.66 അങ്ങനെ കിട്ടണം. ഓക്കെ, 6.67 അങ്ങനെ എന്തോ ആണോ? 6.666 അങ്ങനെ പോകുന്നുണ്ട്. 6.67. അപ്പം ഒരു യൂണിറ്റിന് പെർ യൂണിറ്റ് 6.67 ആയി മാറി. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് ടോട്ടൽ ഫിക്സഡ് ആണ്. ഈ ഫിക്സഡ് കോസ്റ്റിന്റെ, ഫിക്സഡ് ഓവർഹെഡിന്റെ പ്രത്യേകത ഇൻ ടോട്ടാലിറ്റി അത് ഫിക്സഡ് ആയിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് അത് എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ നോക്കാം. അതായത് പെർ യൂണിറ്റ് വെക്കുമ്പോൾ അതെന്താണ്? വേരി ചെയ്യും. പക്ഷെ ഇൻ ടോട്ടാലിറ്റി അതെന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കരുതുക. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു യൂണിറ്റിന് 4 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ ടോട്ടൽ എത്ര വേണം? ടോട്ടൽ വരുമ്പോ അത് 40,000 ആയി മാറും. അല്ല, 4,000 ആയി മാറും. ഇനി 2000 യൂണിറ്റ് ഉണ്ടാക്കാനാണെങ്കിലും ഒരു യൂണിറ്റിന് 4 രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ ടോട്ടൽ എത്ര വരും? 8,000 വരും. ഇനി 3000 യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു യൂണിറ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയലിന് എത്ര കൊടുക്കണം? 4 രൂപ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അത് 12,000 ആയി മാറും. അപ്പൊ ഇൻഡയറക്റ്റ് പിന്നെ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ കോസ്റ്റ് മാറാത്തതാണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ഒരേ ലെവലിൽ പ്രൊപ്പോർഷനിൽ മാറുന്നതാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഇൻഡയറക്റ്റും ഡയറക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഫിക്സഡ് ഓവർഹെഡും വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക. ടോട്ടലിലാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ വേരിയബിൾ ഓവർഹെഡ് എന്തായിരിക്കും? വേരി ചെയ്യും. എന്നാൽ ഇത് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ഞാൻ കാണിച്ചു തന്നു. ഇവിടെ എന്തായിരിക്കും? പെർ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിന്റെ ബേസിലാ വേരിയബിൾ ഫിക്സ്ഡ് എന്ന് പറയുന്നത്? ടോട്ടലിന്റെ ബേസിലാ. ടോട്ടൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് പിന്നെ ടോട്ടൽ കോസ്റ്റ് കൂടുന്നില്ലെങ്കിൽ അത് ഫിക്സ്ഡ് ആണ്. ടോട്ടൽ കോസ്റ്റ് കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? വേരിയബിൾ ആണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതില് പറഞ്ഞതില്? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നോക്കുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് റിമെയിൻ കോൺസ്റ്റന്റ്, ഫിക്സ്ഡ് ആയിരിക്കും. പെർ യൂണിറ്റ് എന്ത് ചെയ്തിരിക്കും? ചേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ എപ്പോഴും ഒരേതായിരിക്കും. മെഷീനറി, റെന്റ്, ഇൻഷുറൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് ഓവർഹെഡ് വിച്ച് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. എത്ര? 4 രൂപ. 1000 യൂണിറ്റിന് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ 4,000. 2000 യൂണിറ്റിന് 8,000. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇവിടെ കൂടുന്ന എന്താണോ അതേ ഇതില് ഇവിടെ 4,000, ഇവിടെ ഡബിൾ കൂട്ടിയപ്പം ഔട്ട്പുട്ട് ഡബിൾ കൂട്ടിയപ്പം ഇവിടെയും ഡബിൾ കൂടി. ഔട്ട്പുട്ട് ഇനി ട്രിപ്പിൾ കൂട്ടാണ്, അപ്പൊ ഇവിടെ എന്തായാലും ട്രിപ്പിൾ ആയി മാറും. ഓക്കെ. അങ്ങനെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ മാറ്റം വരികയാണെങ്കിലാണ് വേരിയബിൾ ഓവർഹെഡ്. ടു പ്രൊഡക്ഷൻ ഓർ ആക്ടിവിറ്റി ലെവൽ ഓഫ് ആക്ടിവിറ്റിന്റെ അതേ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. മനസ്സിലാക്കുക. ലെവൽ ഓഫ് ആക്ടിവിറ്റി 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ഉള്ള കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് 4,000 ആണ്. 2000 പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 8,000 ആണ്. 3000 ചെയ്തപ്പോൾ എത്രയാണ്? 12,000 ആണ്. ഇങ്ങനെ ഒരേ പ്രൊപ്പോർഷനിൽ ഇവിടെ കൂട്ടി എത്ര? ഡബിള്. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതേ പ്രൊപ്പോർഷനിൽ കൂടുമ്പോഴാണ് വേരിയബിൾ ഓവർഹെഡ് ആവുക. അത് മനസ്സിലാക്കുക. അതേ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കൂടുന്നുണ്ട്, അതേ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്ത് എന്നുള്ളത് അടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ വേരിയബിൾ ഓവർഹെഡ് ദോസ് ഓവർഹെഡ് വിച്ച് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്
ഇൻക്രീസസ് വേരിയബിൾ ഓവർഹെഡ് ആൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. കുറക്കുമ്പോൾ കുറയും ചെയ്യും. ദ മെയിൻ ഫീച്ചർ എന്താണ്? ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് ചേഞ്ചസ്. ടോട്ടൽ ചേഞ്ച് ചെയ്യും, പക്ഷെ വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നോക്കുക സെമി വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സെമി വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റം ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ കറക്റ്റ് മാറ്റമായിരിക്കൂല. നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കുക. ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ മിനിമം എന്ത് ചെയ്യേണ്ടി വരും? ഒരു 150 രൂപ അടക്കേണ്ടി വരും. എക്സാമ്പിൾ ആണ്. എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 150 അടക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ യൂണിറ്റ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പൊ ഇവിടെ കുറച്ച് ഫിക്സ്ഡ് ആണ്, കുറച്ച് എന്താണ്? വേരിയബിളും ആണ്. അങ്ങനെയുള്ള ഫിക്സ്ഡും വേരിയബിളിനും കോമ്പിനേഷൻ ആണെങ്കിലാണ് നമ്മൾ സെമി വേരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് എന്നൊക്കെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. സെമി വേരിയബിൾ ഓവർഹെഡ് ആർ ദോസ് ഓവർഹെഡ് വിച്ച് ആർ നീദർ ഫുള്ളി ഫിക്സ്ഡ് അല്ല, ഫുള്ളി വേരിയബിൾ അല്ല. ദേ ആർ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. എക്സാമ്പിൾ ആണ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്. ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊക്കെ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. പക്ഷെ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മളെ BSNL ഫോണൊക്കെ എടുക്കുന്ന ആദ്യ സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാല് 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 കോള് ഫ്രീ ആണ്. പിന്നെ ഓരോ കോളിനും നമ്മൾ ഒരു കോളിന് 1 മിനിറ്റിന് 2 രൂപ വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ഇതെന്താണ്? ഫിക്സ്ഡ് ആണ്. ഒറ്റ കോൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ 100 കോള് വരെ ഫ്രീ ആന്ന് പറഞ്ഞാൽ ഒരു കോൾ ചെയ്തിട്ടില്ലെങ്കിൽ 200 രൂപ നമ്മൾ അടക്കേണ്ടി വരും. എന്നാൽ 101 കോള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? 202 ആയി. 102 കോൾ ചെയ്ത് കഴിഞ്ഞാൽ 204 ആയി. അപ്പൊ അവിടെ എന്തുണ്ട്? സെമി, കുറച്ച് ഭാഗം ഫിക്സ്ഡും ആണ്, കുറച്ച് ഭാഗം വേരിയബിളും ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കാം. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അപ്പം ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റി, ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് കൂടുന്നതിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യൂല. അങ്ങനത്തെ ഓവർഹെഡിനെയാണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയാം. എന്നാൽ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട് എങ്ങനെയാണോ കൂട്ടുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയാണോ കുറക്കുന്നത് അതേ ദിശയിൽ അതേ പ്രൊപ്പോർഷനിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ ഓവർഹെഡ് ആണ്. എന്നാൽ കുറച്ച് ഭാഗം കൂടും കുറച്ച് ഭാഗം കുറയും, അങ്ങനെ പാർട്ട്ലി ഫിക്സ്ഡും പാർട്ട്ലി വേരിയബിളും ആണെന്നുണ്ടെങ്കിൽ അതിനെ സെമി വേരിയബിൾ എന്ന് പറയും. ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ. ഇനി കൺട്രോളബിലിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള എന്താണ്? കോസ്റ്റ് ആണ്. കൺട്രോളബിൾ ഓവർഹെഡ് ഉണ്ട്, അൺകൺട്രോളബിൾ ഓവർഹെഡ് ഉണ്ട്. അത് പ്രോപ്പർ മാനേജ്മെന്റ് കൺട്രോൾ നടത്തുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർഹെഡിനെ കൺട്രോളബിൾ എന്നും പറയും. പ്രോപ്പർ മാനേജ്മെന്റ് നടത്തി നമ്മുടെ മാനേജ്മെന്റിന്റെ കൺട്രോളിൽ ഇല്ലാത്തതിന് അൺകൺട്രോളബിൾ എന്നും പറയും. അത്ര മനസ്സിലാക്കിയാൽ മതി. മാനേജ്മെന്റ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, പ്ലാനിങ് നടത്തുകയാണെങ്കിൽ ഓവർഹെഡ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൺട്രോളബിൾ എന്നും, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന് അൺകൺട്രോളബിൾ എന്നും പറയും. അതായത് വേരിയബിൾ ഓവർഹെഡ് കൺട്രോളബിൾ ആണ്, ഫിക്സഡ് ഓവർഹെഡ് എന്തല്ല? കൺട്രോളബിൾ അല്ല എന്നും കൂടെ മനസ്സിലാക്കാം. ഇനി കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ അടുത്ത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ക്ലാസിഫിക്കേഷൻ ആണ് ഒന്നാമത്തെ. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ആണ്. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക? വ്യത്യസ്ത ക്ലാസിഫൈ ചെയ്ത് കോഡിഫൈ ചെയ്യുക. അതായത് ക്ലാസിഫൈ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓവർഹെഡ് ആഫ്റ്റർ ഓവർഹെഡ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറിയിൽ. ഉദാഹരണം എന്താണ്? സ്യൂട്ടബിൾ ഹെഡിങ്. അതെന്താണ്? ഒന്നും റിലേറ്റിംഗ് ടു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് റിലേറ്റ് ചെയ്തത്, ഫാക്ടറി റിലേറ്റ് ചെയ്തത്, അങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്ത് ഇനി ഓരോന്നിനും പ്രത്യേക രീതിയിൽ കോഡ് കൊടുക്കുക. അതിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെറ്റീരിയലിന്റെ സമയത്ത് പറഞ്ഞതാണ്. ബാക്കി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഓവർഹെഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കളക്ട് ചെയ്തിട്ട് ഫോളോയിങ് ഇങ്ങനെ ഇൻവോയ്സും ക്യാഷ് ബുക്കും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് അതിനെ കളക്ട് ചെയ്തെടുക്കുന്നതിനാണ് കളക്ഷൻ. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ പിന്നെ ഐറ്റത്തിനും ഓരോ കോഡ് കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിന് ഒരു കോഡ് കൊടുക്കുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന് ഒരു കോഡ് കൊടുക്കുക. അങ്ങനെ ഓരോന്നിനും വെവ്വേറെ കോഡ് കൊടുക്കുന്നതിന് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു നമ്പർ കൊടുക്കുക, അതിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കളക്ഷൻ എന്ന് പറഞ്ഞത് അവിടെ കറക്റ്റ് ഉണ്ട് കേട്ടോ. ഓവർഹെഡ് ആർ കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ആൻഡ് പുട്ട് ദം അണ്ടർ സ്യൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ സ്ഥലത്തുനിന്നും ഇത് സോഴ്സ് ഒന്നും ഇത് കളക്ട് ചെയ്തിട്ട് ഓരോ ഡിഫറെന്റ് ഹെഡിൽ കൊണ്ടുപോകുന്നതിനാണ് കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഹെഡിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് സ്യൂട്ടബിൾ അക്കൗണ്ടിങ് ഹെഡിൽ ഓരോ അതും ഓവർഹെഡും കളക്ട് ചെയ്ത്
കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫാക്ടറി റിലേറ്റഡ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് നമ്പർ ഒക്കെ ഇട്ട് അലോട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത ഓരോന്നിനെയും വെവ്വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കോഡിഫൈ ചെയ്ത് അതിന് ഒരു അക്കൗണ്ടിങ് ഹെഡ്, ഫാക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ഇങ്ങനെ വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കളക്ഷൻ, കോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇതൊക്കെ ഉള്ളൂ. ബാക്കി നമ്മളെല്ലാം പറഞ്ഞതാണ്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഒക്കെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പോർഷൻമെന്റും അലോക്കേഷനും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നോക്കിയാൽ മനസ്സിലാവും. ഇതോടുകൂടി ഈ ഓവർഹെഡ് ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഞാൻ റെക്കോർഡിങ് ജസ്റ്റ് ഓഫ് ആക്കിയിടാം.